ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നും ഞാനൊരു ഡേ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഞാൻ 3-4 ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നല്ല തിരക്കിലായിരുന്നു കേട്ടോ. അതാണ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 7:00 ആയിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് ഞാൻ എഴുന്നേറ്റ്. മോനും മോളൊക്കെ നല്ല ഉറക്കമാണ്. പിന്നെ ഇന്ന് ഞാൻ എഴുന്നേൽക്ക് രാവിലെ തന്നെ കിച്ചണിലേക്കാണ് പോയത്. പോയി നോക്കുമ്പോൾ ഉമ്മ അവിടെ ബിരിയാണിക്കുള്ള എല്ലാം തന്നെ രാവിലെ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീനൊക്കെ മസാല പിടിപ്പിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് പോയി നോക്കി. ഇന്ന് രാവിലെ നല്ല മഴ പെയ്തിരുന്നു. അപ്പം ഞാൻ വെറുതെ മുറ്റത്തൊക്കെ ഒന്ന് പോയപ്പോൾ വീഡിയോ എടുത്താണ്. വീട്ടിലങ്ങനെ ചെടിയും കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടമാണ് ഉണ്ടാക്കാനൊക്കെ, പക്ഷേ മടി കാരണം ബാക്കോട്ടാണ് ഇതിനോടൊക്കെ. പിന്നെ ഞാൻ കിച്ചണിലേക്ക് തന്നെ പോയി. ചായക്ക് ചെറുപയർ കറിയും പിന്നെ പത്തിരിയായിരുന്നു. പിന്നെ ഉമ്മ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുപ്പത്തേക്ക് വെച്ചാൽ മാത്രം മതി. ഇങ്ങനെ ചായടിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ച് പിന്നെ ഞാൻ കൊലായിലേക്ക് വന്ന് ചെറുതായിട്ട് മഴ പെയ്തതിനോണ്ട് തന്നെ കൊലായിൽ വന്നിരിക്കാനൊക്കെ ഒരിത് തോന്നിട്ടോ. പിന്നെ ഞങ്ങൾ രാവിലെ കൊലായിൽ വന്ന് കുറച്ച് ടൈം ഇരിക്കും എന്നല്ലാണ്ട് പിന്നെ കൊലായിലേക്ക് വരാറേ ഇല്ല. ഒന്നുകിൽ അടുക്കളയിലായിരിക്കും, അല്ലെങ്കിൽ റൂമിൽ എവിടെ പോയിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ട്രൈപ്പോഡും കൊണ്ട് കിച്ചണിലേക്ക് തന്നെ വന്ന് പിന്നെ ബീഫ് കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് വരട്ടാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. ഇന്നത്തെ പരിപാടി മൊത്തം ഉമ്മ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ എല്ലാത്തിനും ബാക്കോട്ടാണ്. പിന്നെ ബീഫൊക്കെ കഴുകി വെച്ച് പിന്നെ ഉമ്മ മീനൊക്കെ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. മീൻ 2 ഇതാക്കിയാണ് കേട്ടോ ഇടുന്നത്. തോനെ എരിവൊന്നുമില്ലാത്ത മസാലയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് ആക്കിയതിട്ട്. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായില്ല, ഞാൻ വൈകിപ്പോയി നിൽക്കാനായിട്ട്. ഫസ്റ്റ് തന്നെ മീനാണ് കേട്ടോ പൊരിച്ച് വെച്ചത്. എന്നിട്ട് മസാലയൊക്കെ ഉള്ളത് റെഡി ആക്കണമല്ലോ. അതിന് ശേഷമാണ് ബീഫൊക്കെ വരട്ടി കാട പൊരിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഉമ്മ ഇവിടുന്ന് മീൻ പൊരിക്കുമ്പോൾ ഞാൻ കുറച്ച് ടൈം ഉമ്മനോട് സംസാരിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കാനുണ്ടാവും. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് എനിക്കിന്നെന്തോ ഒരു മടി കേട്ടോ, ഒന്നിനും ഒരു താല്പര്യമല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾ എഴുന്നേറ്റു. അങ്ങനെ ഞാൻ വേഗം അവളെ കുളിപ്പിച്ച് മാറ്റിച്ചാലാണ് ഞാനൊക്കെ ചായ കൊടുത്തത്. തോനെ ദിവസവും രാവിലെ തന്നെ കുളിച്ചിട്ടാട്ടോ ഞാനൊക്കെ ചായ കൊടുക്കുക. മോൾക്ക് ചായ എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് ഉപ്പ മക്കൾക്ക് മുട്ടായും കൊണ്ട് വന്നത്. ഉപ്പ അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും കിട്ടണം കേട്ടോ മക്കൾക്ക്, അല്ലെങ്കിൽ ഓല് ഭയങ്കര കച്ചറായിരിക്കും. അങ്ങനെ 2 മുട്ടായി കൊണ്ടുവന്ന്, ഒന്ന് മോനും ഒന്ന് മോൾക്കും. തോനെ വാങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ മോളും കൂടി ചായ ഒക്കെ കുടിച്ച്, ഞാൻ നേരത്തെ കാലിക്ക് ചായ കേട്ടോ കുടിച്ചത്. പിന്നെ മോളെ നേറ്റാറെ ഞാനോളും കൂടി പത്തിരിയും ഒക്കെ കൂട്ടി കഴിച്ച്. ഞാൻ എന്താണോ രാവിലെ ഉണ്ടാക്കുക അത് തന്നെയാണ് കേട്ടോ മോൾക്ക് കൊടുക്കുക. അപ്പോഴേക്കും ഉമ്മ ഇവിടെ മീനൊക്കെ ഫുള്ളായിട്ട് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മോളെയും കൊണ്ട് കുറച്ച് ടൈം കൊലായിൽ പോയിരുന്നു. ആ ഒരു ടൈമിൽ മോനും ഞാൻ ചായയൊക്കെ കൊടുത്തിട്ടോ, അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളെ ചായ എടുപ്പിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നല്ല മഴ പെയ്തു. മഴ പെയ്യുമ്പോൾ പ്രത്യേക ഒരു വൈബ് തന്നെയാണല്ലോ. പിന്നെ ഉമ്മ വേഗം ബിരിയാണിയൊക്കെ വെക്കാൻ നോക്കി, ബീഫൊക്കെ വരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ കാട പൊരിക്കാൻ അതിനുള്ളത്, അപ്പോൾ അത് പിന്നെ എൻ്റെ പരിപാടിയാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് പോയി ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, ഇങ്ങനെ പോരുന്നുണ്ട്. പിന്നെ ഞാൻ കാട പുരട്ടാണ്ട്, കടയിലേക്കുള്ള മസാല ഇതാക്കാണ്ട്. അപ്പോൾ അതിനായിട്ട് മല്ലിച്ചപ്പ്, പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം തക്കാളി, വെളുത്തുള്ളി, കരിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കാടൊക്കെ നന്നായിട്ട് മസാല പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടതൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ബിരിയാണിയൊക്കെ ഇവിടെ ദം ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ നോക്കുകയാണ്. ഫുഡ് കഴിക്കുമ്പോൾ സത്യം പറയാമല്ലോ വീഡിയോ എടുക്കാനായിട്ട് മിസ്സായിപ്പോയി. പിന്നെ ഞാൻ ഫുഡൊക്കെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ മോൻ്റെ സ്കൂളൊന്ന് പോകണം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകാനൊരുങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ ഷമീർ ഖാൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചതാണ്. മോൻ്റെ സ്കൂള് ബുക്ക് വാങ്ങാണ്ട്, അതുപോലെ ഫീസ് അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി കണക്കാക്കി പോയി. പിന്നെ വട്ടോളി പോകാനുണ്ടായിരുന്നു, കുറച്ച് ഫ്രെയിമൊക്കെ ചെയ്യാനുള്ള ഫ്രെയിമൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പോയതാണ്. അങ്ങനെ ഞാൻ അവിടെ പോയാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ലൈമും പപ്സും കുടിച്ചിട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ ഷോപ്പിൽ പോയി. പിന്നെ ഇതായി ഒരു ഡയറി വാങ്ങി. പിന്നെ ബബ്ലുവിനൊരു പെന്ന് വാങ്ങി. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളത് കണ്ടപ്പം വാങ്ങിയതാണ്.
ഈ ഷോപ്പിൽ ഞാൻ തോനെയും വരാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് പൗച്ചൊക്കെ നോക്കിയിരുന്നു, ബാഗിലിട്ട് കൊണ്ടെടുക്കാൻ പറ്റിയ. പിന്നെ അതൊന്നും എനിക്ക് വലിയൊരു ഇഷ്ടം തോന്നിയില്ല. അങ്ങനെ 2-3 സാധനമൊക്കെ പിന്നെ അവിടുന്ന് എടുത്ത്. പിന്നെ എനിക്ക് ഈ ഗിഫ്റ്റ് ബോക്സ് നോക്കാണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുന്നുണ്ട്. അവിടുന്ന് റേറ്റൊക്കെ ചോദിച്ച് എല്ലാം ഒന്ന് റേറ്റൊക്കെ നോക്കി അറിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച്. ഓരോ ഷോപ്പിലും ഓരോ റേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലായിടത്തും റേറ്റ് ഒന്ന് അറിഞ്ഞ് ഞാൻ നല്ലയിടത്ത് നോക്കി വാങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇവിടുന്ന് റേറ്റൊക്കെ ഒന്ന് അന്വേഷിച്ച്. ഇങ്ങനത്തെ ഗിഫ്റ്റിനൊക്കെ ഇവിടെ റേറ്റ് കുറവ് തന്നെയാണ് കേട്ടോ. 100 സംതിങ് ആ റേറ്റിലൊക്കെയാണ് ഓരോ ഗിഫ്റ്റ് ബോക്സ്. ഞാൻ ആദ്യം ഷോപ്പിലേക്കാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി മോൻ്റെ ഫീസ് അടിച്ച് ബുക്ക് വാങ്ങി. പിന്നെ ബുക്ക് മിസ്സിൻ്റെ കൊടുക്കാൻ പോയി. അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തുമ്പോഴേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഞാൻ കോഫിയാണ് കുടിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്സും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഉമ്മ അവിടെ ബ്രെഡ് വാട്ടുന്നുണ്ട്. ഞങ്ങൾ തോന്നി ഇങ്ങനെ ബ്രെഡ് വാട്ടുക മക്കൾക്കൊക്കെ ഇഷ്ടമാണ്, മോനൊക്കെ കഴിച്ചോളൂ. അതുകൊണ്ട് ഞാൻ ഉമ്മായാലും ഞാനാലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അവനൊക്കെ ഫോൺ കാണുകയും TV കാണുകയൊക്കെ ചെയ്യുമ്പോൾ അതങ്ങ് എടുത്ത് കഴിച്ചോളും. പിന്നെ ഞാൻ ബ്രെഡ് വാട്ടുമ്പോൾ തോനെയും ബട്ടറിലാണ് കേട്ടോ ബ്രെഡ് വാട്ടാറ്. പിന്നെ ഉപ്പില്ലാത്ത ബട്ടറാണ്. നല്ല ടേസ്റ്റ് കേട്ടോ ബട്ടറിൽ വാട്ടി കഴിക്കുമ്പോൾ. നെയ്യിനേക്കാട്ടിൽ എനിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നൽ ബട്ടറിലുണ്ടാക്കി കഴിക്കുമ്പോഴാണ്. അങ്ങനെ ബ്രെഡൊക്കെ വാട്ടി വെച്ച് പുറത്ത് നല്ല മഴ തന്നെയാണ്. ഇപ്പം ടൈം ഏകദേശം 6:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. ഫുള്ള് ഇരുട്ട് മൂടി കിടക്കുന്നുണ്ട്, നല്ല മഴയും പെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ബ്രെഡൊക്കെ വാട്ടിയാൽ കൊലായിൽ പോയിരുന്നാണ് ചായ കുടിച്ചത്. മഴയൊക്കെ പെയ്യുമ്പോൾ അങ്ങനെ കൊലായിൽ പോയിരുന്നെങ്ങാൻ ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും, ഞാനും ഉമ്മയും മക്കളും, വേറെ ആരുമില്ല വീട്ടിൽ, ഓലൊക്കെ പുറത്താണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയി കൊലായിലിരുന്നെങ്ങാൻ ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ രാത്രിയിൽ മക്കൾക്ക് ഞാൻ പഴം പുഴുങ്ങി കൊടുത്ത്. ചായ മക്കൾ കുടിക്കൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ എല്ലാവരും കുടിക്കുന്നതിനെ കൊണ്ട് വെറുതെ ഒന്ന് എടുത്തതേ ഉള്ളൂ. മോന് കഴിക്കും, മോള് ചായ ഒന്നും കുടിക്കില്ല. അപ്പോൾ അത് എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യുക. കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഫോർവേഡും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.